ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ പ്രണയത്തിൽ തുല്യത, ബഹുമാനം, സ്നേഹം, ക്ഷമ എന്നീ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകളും താളപ്പിഴകളും ഉണ്ടാക്കുന്നു. പലപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രണയിക്കുന്നവർക്കിടയിൽ ശത്രുതയും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇനി പറയുന്ന സ്വഭാവ ഗുണങ്ങളുള്ള പെൺകുട്ടികളെയാണ് നിങ്ങൾ പ്രണയിക്കുന്നതെങ്കിൽ അത് ബന്ധത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. അത്തരത്തിൽ പ്രണയത്തെയും ജീവിതത്തെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സ്വഭാവക്കാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ പറയുന്നു, തുല്യനല്ലാത്ത വ്യക്തികൾ. പലപ്പോഴും പ്രണയത്തിന് കണ്ണില്ല എന്നാണ് പറയുന്നത്. എന്നാൽ തനിക്ക് തുല്യനല്ലാത്ത ഒരു വ്യക്തിയെയാണ് പ്രണയിക്കുന്നതെങ്കിൽ അവർ അല്പം ശ്രദ്ധിക്കണം. കാരണം ആ ബന്ധം അധിക കാലം മുന്നോട്ട് പോവുകയില്ല എന്നത് തന്നെയാണ് സത്യം. ഇത് പലപ്പോഴും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ബന്ധം നിലനിൽക്കുന്നതിനു വരെ പലപ്പോഴും ഇതൊരു ഭീഷണിയായി മാറുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: അസമമായ സ്വഭാവക്കാർ. പ്രണയത്തിൽ പലപ്പോഴും സ്വഭാവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചാണക്യന്റെ അഭിപ്രായ പ്രകാരം അസമമായ സ്വഭാവക്കാരുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ പ്രണയം സ്ഥിരമായിരിക്കില്ല. ഒരാൾ മുകളിലോ മറ്റൊരാൾ താഴെയോ എന്ന ചിന്ത പലപ്പോഴും ഉണ്ടാകുന്നു. ഈ അസമത്വം നിങ്ങളുടെ ബന്ധത്തെയും ബാധിക്കുന്നു. ഇത്തരം അവസ്ഥയിൽ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ആ പ്രണയം നഷ്ടപ്പെടുമെന്ന് ചാണക്യൻ വിശദീകരിക്കുന്നു. ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ക്ഷമയില്ലാത്ത സ്ത്രീകളെ കുറിച്ചാണ്. ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത സ്ത്രീ എങ്കിൽ അവർക്ക് പലപ്പോഴും ആ ബന്ധത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കണമെന്നില്ല. സഹിഷ്ണുത ഇല്ലാത്തവരാണെങ്കിൽ ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്നു. ക്ഷമ വേണ്ട സാഹചര്യങ്ങളിൽ പലപ്പോഴും അതിന് സാധിക്കാതെ വരികയും അത് ആ ബന്ധത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എല്ലാ സാഹചര്യങ്ങളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കാത്ത അവസ്ഥയിൽ അത് പലപ്പോഴും ആ ബന്ധത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ നാലാമതായി പറയുന്ന ആളുകൾ പരസ്പര ബഹുമാനമില്ലാത്തവരെ കുറിച്ചാണ്. പരസ്പര ബഹുമാനമില്ലായ്മ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ഒരു സ്ത്രീയെ ബഹുമാനിക്കാത്തതും അല്ലെങ്കിൽ ഒരു പുരുഷനെ ബഹുമാനിക്കാത്തതുമായ ഒരു സ്ത്രീ എങ്കിൽ അവരുടെ ബന്ധം അധിക കാലം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധയോടെ വേണം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന്. പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രമേ ഒരു വ്യക്തിക്ക് പ്രണയത്തിൽ മുന്നോട്ട് പോവാൻ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇല്ലാത്തവരിൽ പ്രണയവും നഷ്ടമാകുന്നു. ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് ഇവരെ കുറിച്ചാണ്: ജാഗ്രതയില്ലാത്തവർ. പലപ്പോഴും ജാഗ്രതയില്ലാത്ത അല്ലെങ്കിൽ മുൻകരുതലുകൾ ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവരുടെ പ്രണയത്തിനും അധികം ആയുസ് ഉണ്ടാവുകയില്ല. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് ആ പ്രണയത്തെ പ്രശ്നത്തിലാക്കുന്നു. അസമത്വവും അനാദരവും ഒഴിവാക്കുന്ന ബന്ധം മാത്രമേ ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ഒരു ബന്ധത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത്. ചാണക്യൻ പറയുന്ന ആറാമത്തെ വിഭാഗം സ്ത്രീകൾ ഇവരാണ്: യാഥാർത്ഥ്യ ബോധമില്ലാത്തവർ. പ്രണയം എന്നത് തന്നെ ഫാന്റസി നിറഞ്ഞ ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നു. എന്നാൽ തീരെ യാഥാർത്ഥ്യ ബോധത്തോടെ അല്ലാത്ത സ്ത്രീകൾ പലപ്പോഴും ആ ബന്ധത്തെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു. കാരണം ഒരു ബന്ധത്തിൽ സ്നേഹവും യാഥാർത്ഥ്യ ബോധവും ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവരെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ പ്രണയത്തോടെ മുന്നേറാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു എന്ന് ചാണക്യൻ വിശദീകരിക്കുന്നു. പ്രണയം എന്നത് വളരെ നല്ല ഒരു വികാരമാണ്. പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നിരവധി പ്രണയം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ തുടക്കത്തിൽ തന്നെ ഇത് ബ്രേക്കപ്പിലേക്ക് എത്തുമെന്ന രീതിയിലുള്ള ധാരാളം പ്രണയവും നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ കാണാം. ചാണക്യൻ പറയുന്ന ഇത്തരം വചനങ്ങൾ ഹൃദയത്തിലേറ്റുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം നേരിടേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.